കാസർഗോഡ് വൈറൽ പനിയും ഡെങ്കിപ്പനിയും വ്യാപകമാകുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് ആശങ്ക ഉയർത്തുന്നു. പൂടുങ്കലിലെ താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സേവനം കൂടി അവസാനിപ്പിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മലയോരവാസികൾ. മഴക്കാലവും ഒപ്പം പനിക്കാലവും എത്തിയതോടെ സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായത്. കോവിഡും വൈറൽ പനിയും ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മലയോര മേഖലയിലെ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് ആശങ്ക ഉയർത്തുന്നു. 15 ഡോക്ടർമാരുടെ സേവനം ലഭിക്കേണ്ടിടത്ത് ആകെയുള്ളത് 7 ഡോക്ടർമാർ മാത്രമാണ്. ഇതിലൊരാൾ മെഡിക്കൽ ഓഫീസറുടെ ചുമതലയിലേക്ക് മാറിയതോടെ പൂടുക്കല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രികളിൽ 24 മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സേവനവും നിലച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ആകട്ടെ 24 കിലോമീറ്റർ അകലെയാണ്. ഇതോടെ മലയോര മേഖലകളിലെ രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 7ഓളം പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് പൂടങ്കല്ല് താലൂക്ക് ആശുപത്രിയിൽ. ഇന്നലെ മുതൽ രാത്രി 8 മണി മുതൽ ഉള്ള OP നിർത്തലാക്കിയിരിക്കുകയാണ്. ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല. കർഷകരും കർഷക തൊഴിലാളികളും ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പനി മുതലായ രോഗങ്ങളാൽ കഷ്ടപ്പെടുമ്പോൾ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ താലൂക്ക് ആശുപത്രിയെ മുഴുവൻ ഡോക്ടർമാരെയും അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ട് 24 മണിക്കൂറും OP സംവിധാനം നടപ്പിൽ വരുത്തണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. സർജറിയിലും കുട്ടികളുടെ വിഭാഗത്തിലുമായി 2 വിദഗ്ധർ, 3 സിവിൽ സർജൻ, 4 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്നിങ്ങനെ 15 ഡോക്ടർമാരാണ് ആശുപത്രിയിൽ വേണ്ടത്. വെള്ളരിക്കുണ്ട് താലൂക്ക് പരിധിയിലെ ഭൂരിഭാഗം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഉച്ച കഴിഞ്ഞുള്ള OPയും മുടങ്ങിയിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.